അതെ, അവനൊരു ദിവസം കടയിലേക്ക് വന്നിട്ടൊരു ഇങ്ങനെ കാണിച്ചു. ഒരു ബിരിയാണി കൊടുത്തു, പറഞ്ഞില്ല, ഇങ്ങനെ കൈ കൊണ്ട് കാണിച്ചു. കൊടുത്തു. പിന്നെ 2 പൈസ ചോദിച്ചപ്പോ എന്നിട്ട പേരാ അബ്ദു. അത് പിന്നെ ഈ സൈദിക്ക് അവന് 5 പൈസ കൊടുത്തിട്ടില്ല. ഇവനെ പോലെ ആയാ മതിയായിരുന്നു. ഊമയോ? അല്ല ഏട്ടാ, ഇവനെ പോലെ ആയിരുന്നെങ്കിൽ എന്ത് മനസ്സാവാനായിരുന്നു, ഒരു ടെൻഷനും വേണ്ട. ഞാനൊക്കെ ദേ ഇവിടെ 8 വർഷമായിട്ട് ഈ എഞ്ചിനീയറിംഗ് പാസ്സായിട്ടിരിക്കുക, എന്നിട്ട് ജോലിയില്ല, ഒരു തേങ്ങാക്കൊലയില്ല, മക്കള് 2 എന്റെ പ്രശാന്തേട്ടാ, ഈ ബിടെക് ഒന്നും പഠിച്ചിട്ട് ഒരു കാര്യമില്ല. ഈ ഇന്ത്യ മഹാരാജ്യത്ത് കൊതുകിനേക്കാൾ കൂടുതലുള്ളത് നമ്മളാ എഞ്ചിനീയർമാർ. നിനക്കൊരു പ്രോജക്റ്റിലുള്ള എനിക്ക് 17 പേപ്പറും 2 കൊല്ലമുണ്ട്. എടാ, എൻ്റെ ഉമ്മേൻ്റെ ഒക്കെ വിചാരം എന്താണെന്നറിയോ? ഞാനിവിടെ എഞ്ചിനീയറിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് ഏതോ ഒരു വലിയ കമ്പനിയിൽ എഞ്ചിനീയറായിട്ട് വർക്ക് ചെയ്യാന്ന്. ദിവസം നല്ല 10-17 വയസ്സുള്ള പെമ്പിള്ളേരുടെ ഫോട്ടോ അയച്ചേരോടാ, 4 ആപ്പിൾ സ്ട്രോബെറി പോലത്തെ. എന്തെല്ലാം ഉമ്മയാണ് പെമ്പിള്ളേരുടെ ഫോട്ടോ അയച്ചാൽ. നിനക്ക് കോഴ്സ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടാ? ഏയ്, നിങ്ങൾ എൻ്റെ അച്ഛനാ പഠിക്കണോ? നീ എത്ര കാലടാ വീട്ടിൽ പോയിട്ട്? ഏയ് അതെ, ഭയങ്കര ശോകമുണ്ട് ടോപ്പിക്സ് ഒക്കെ. നമുക്ക് കുറച്ച് നല്ല കാര്യങ്ങളൊക്കെ സംസാരിക്കാം. ഇതൊക്കെ വീട്ടിൽ പോകണമെന്നും അമ്മേനെ കാണണമെന്നൊക്കെ എനിക്കുണ്ട്. പക്ഷെ അവിടെ പോകുമ്പോൾ അയാളുടെ മുഖം കാണണമെന്ന് ഓർത്താ ഞാൻ പോകത്ത്. എടാ, എന്തൊക്കെയാലും നിന്റെ അച്ഛനല്ലേ? ആ ഒറ്റ അധികാരത്തിലാ അന്ന് ഫൈനൽസിന് പേര് കിട്ടിക്കളഞ്ഞു.